ഭയങ്കര നിശബ്ദത അല്ലേ? അതെ, ഞങ്ങള് ഇവിടെ ഗ്രോസറി വാങ്ങാൻ വന്നു, ഇന്ത്യൻ ഗ്രോസറി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗ്രോസറിക്ക് ലിസ്റ്റൊക്കെ ഉണ്ട്. കാരണം നമ്മൾ ഒരിക്കലും ലിസ്റ്റ് എഴുതി ഗ്രോസറി വാങ്ങത്തില്ലല്ലോ. പുതിയൊരു ബിസിനസ് സംവിധാനമാക്കാൻ വേണമെങ്കിൽ നമുക്ക് ഇത് യോജി ചേട്ടൻ ഇനോവിക്കിലായതുകൊണ്ട് അവിടെ ഇനൂവിക് നുനാവുട്ട് വേറൊരു സ്ഥലം. അതെ, അപ്പോ അവിടെ മലയാളികൾ ആരും എത്തിപ്പെട്ടിട്ടില്ല ഇതുവരെ. ഇരിക്കട്ടെ, പറ്റിക്കാം. അതെ, അപ്പോൾ ചേട്ടൻ അവിടെ ആയതുകൊണ്ട് ചേട്ടന് വേണ്ടുന്ന ഇന്ത്യൻ സാധനങ്ങൾ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ച് കാനഡ പോസ്റ്റ് വഴി അയച്ചു കൊടുക്കും. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. എന്തായാലും എല്ലാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങണം. അതെ, അപ്പോൾ നമുക്ക് 1 by 1 തുടങ്ങാം. അയ്യോ, അവൻ തന്നതല്ല, വെറും മടി പിടിച്ചവൻ. അവൻ നമ്മളെ ഫോണിൽ നമ്മളെ കൊണ്ട് എഴുതി വെച്ച് കണ്ടില്ലേ, പാറു അത് എഴുതിയത്. യെസ്, സോ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി പൊടി അതിൽ നിന്നൊക്കെ തുടങ്ങാം. അപ്പം നമുക്ക് നോക്കാം. ഇതാണ് ഇവിടുത്തെ ഇന്ത്യൻ കടകളിൽ കാണാൻ പറ്റുന്ന മറ്റൊരു നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ. ഇവിടെ നിന്ന് തന്നെ വീഡിയോ എടുക്കാമായിരുന്നു. എല്ലാ ഇന്ത്യൻ കടകളിലും ഇങ്ങനെയൊക്കെ തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും എന്തൊക്കെ വാങ്ങിച്ചു എന്ന് ഞാൻ എന്തായാലും ലാസ്റ്റ് കാണിക്കാം. കാരണം വീഡിയോ ഭയങ്കര കൂടിപ്പോവും. അതെ, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കാണുകയാണെങ്കിൽ കാണിച്ചു തരാം. അതെ, ഭയങ്കര ലെങ്തി വീഡിയോസ് ഒക്കെ, ഭയങ്കര ലെങ്തി വീഡിയോസ്. ഞാനല്ല, അതിനെല്ലാം കാരണം ഇവളാ. എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാവും. യെസ്, ഓക്കെ, നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത്. ഫുൾ ഇന്ത്യൻ ഗ്രോസറി ഐറ്റംസ് മാത്രമാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ കോസ്കോയിൽ വന്നു. കോസ്കോയിൽ നിന്നാണ് നമ്മൾ കോക്കനട്ട് ഓയിൽ. ട്രെയിൻ പോലെ പോകുന്നു. യെസ്, അപ്പോൾ നമ്മൾ എന്താ ഞാൻ പറഞ്ഞു വന്നേ, അപ്പോൾ നമ്മൾ അടുത്തതായി വന്നിരിക്കുന്നു കോസ്കോയിൽ പോയി നമുക്കിനി തേരാപ്പാര നടക്കാം. യോജിക്കുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ സൂയിൽ പോണ പോലെ ഓരോ അയലിൽ കയറി ഇറങ്ങി നടക്കാൻ വേണ്ടി പറ്റിയൊന്നുമില്ല കേട്ടോ പാറു. ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുന്നു, പോകുന്നു. ഐ ഡോണ്ട് കെയർ. ഞാൻ കോസ്കോയിൽ എൻജോയ് ചെയ്തിട്ട് വരാം. ഹായ് ഗായ്സ്, ഞങ്ങൾ പിന്നെ വന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ കോസ്കോയിൽ നിന്ന് 3 കിലോയുടെ നെയ്യ് പിന്നെ 2 വലിയ കോക്കനട്ട് ഓയിലും വാങ്ങിച്ചു. ഇനി നമ്മൾക്ക് ഇത്രയും ലിസ്റ്റ് കൂടി ഉണ്ട് ബാക്കി. ഈ സാധനം മേടിക്കുന്ന ഇതാണ് പ്രശ്നം. വാങ്ങിച്ചാലും സാധനം തീരില്ല. പക്ഷെ പൈസ ആണെങ്കിലോ പെട്ടെന്ന് തീരുകയും ചെയ്യും. അയ്യോ, ശരിക്കും നമ്മൾ ആദ്യം പോയി ഇന്ത്യൻ കടയിൽ നിന്ന് അത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് $151 ആണ് ആയത്. അതിന് ഹാപ്പി ആയിരുന്നു. കോസ്കോയില് ഒരു 2 കോക്കനട്ട് ഓയിലും ഒരു ഗീയും വാങ്ങിച്ചപ്പോ $82. അതാ ഞാൻ കോസ്കോ വേണ്ടെന്ന് പറയുന്നത്. കോസ്കോ നല്ല എക്സ്പെൻസീവ്. അപ്പൊ നമുക്കിനി എന്തായാലും ഞങ്ങൾ വേറൊരു ഇന്ത്യൻ കടയിൽ വന്നു. കാരണം നമുക്ക് കുറെ സാധനങ്ങള് മറ്റേ കടയിൽ നിന്ന് കിട്ടിയില്ല. അപ്പൊ നമ്മളിവിടെ വേറൊരു കടയിൽ വന്നേക്കും. അപ്പൊ നമുക്ക് അകത്ത് പോയി ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങാം. Let's go. ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഡേ 2 ഓഫ് ഷോപ്പിങ്ങിലാണ്. അതെ, അപ്പം ഞങ്ങൾ അടുത്ത് വന്നേക്കുന്ന ഡോളറ മേല. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ വാൾമാർട്ടിലും വേറെ ഏതൊക്കെയോ കടകളിലൊക്കെ പോയി ഷോപ്പ് ചെയ്തു. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒന്നിൻ്റെയും. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ക്ലിപ്സായിട്ട് ഇവിടെ നിന്നുള്ളത് കൂടി എടുക്കാം എന്ന്. ഡോളർ അമ്മയാണ് ഗൈസ്. ഇവിടെ ഞങ്ങൾക്ക് ഏതെടുത്താലും $1, $2, $4, $5. ഇവിടുത്തെ രാമചന്ദ്രൻ അറിഞ്ഞൂടാത്തവർക്ക് അതെന്ത് കടയാക്കുമെന്ന് എനിക്കറിയില്ല. എന്റെ വീഡിയോ കാണുന്നില്ല, രാമേന്ദ്രയൊക്കെ അറിയായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും എന്താ ഇനി വേണ്ടെന്ന് ആദ്യം വിളിച്ചു ചോദിക്കും. അവൻ എന്തോ നിക്കോ വേണോന്ന് പറയും. അവനെ വിളിച്ചു, അതുകൊണ്ട് അവനെ വിളിച്ചു ചോദിക്കണ്ട. നമുക്ക് ഞാൻ പറയണതൊക്കെ വാങ്ങിച്ചാൽ മതി. എന്താ വേണ്ടെന്ന് പറഞ്ഞു. ഫോൺ എടുത്തിട്ട് വരാം. ഫോൺ മറന്നു. Our next location is Old Navy guys. ഇവിടെ വന്ന് നമുക്ക് എന്താ വാങ്ങാനുള്ള ഏവിച്ച? അവനൊരു വെള്ള ഷർട്ടും കറുത്ത പാന്റും അതെ വാങ്ങാനാവുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഞാനും നൈസായിട്ട് ലേഡീസ് സെക്ഷൻ വരെ പോയിട്ട് വരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ കണ്ട് ഇവിടെ ഉണ്ട് മറ്റേ നിക്കർ പോലത്തെ സാധനം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്
ടുഡേ ഇസ് എ ഫൈനൽ ഡേ. എന്തിൻ്റെ? പാക്കിംഗ് ഡേ ആണെന്ന്. അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചു. ഈ താഴെ കൂടി പൊട്ടി പോവോ വെയിറ്റ് കൂടിയിട്ട്? ഇല്ലായിരിക്കും അല്ലേ? അയ്യോ, ഇത് നമ്മുടെ സവാള. ഇതും കൂടി പോയതിനെ കൂടെ. നമ്മുടെ മുളക് പൊടികൾ. ഓക്കെ, നമ്മൾ ഒരുവിധം സെറ്റാക്കിയിട്ട് എന്താകും അവസ്ഥ എന്ന് നോക്കാം. ഈ ബാഗ് നിറയെ സാധനങ്ങൾ, ആ ബാഗ് നിറയെ സാധനങ്ങൾ, പിന്നെ ബാക്കിയുള്ളത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്താകുമെന്ന് നോക്കാം. A few moments later. ഹായ്, അപ്പോൾ ഞങ്ങൾ ഇവിടെ ഓൾമോസ്റ്റ് പാക്ക് ചെയ്തു. യോജി ചേട്ടാ ഹായ് പറയൂ. യോജി ചേട്ടാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്. ഇതവിടെ എത്തുമ്പോ ഞങ്ങക്ക് വീഡിയോ എടുത്ത് അയക്കോ? ഇതവിടെ എത്തുമ്പോ ഞങ്ങക്ക് വീഡിയോ എടുത്ത് അയക്കോ? ഓക്കെ, നന്ദി. യെസ്, നിന്റെ വലിയ കുടുംബത്തിന് ഓക്കെ. അപ്പൊ ഞങ്ങൾ ഫുള്ളി പാക്ഡ്, സക്സസ്ഫുള്ളി നമ്മളെല്ലാം അകത്താക്കി. ഒരു ബിസിനസ് ആക്കി എടുക്കാം അല്ലേ പാറു? ഇല്ല യോജി, ഇനുവിക്കില് മലയാളികൾക്ക് മലയാളി സാധനങ്ങൾ കിട്ടുന്നില്ല എന്ന് കാനഡയ്ക്കകത്ത് വിഷമം പറയുന്ന ആരാണെങ്കിലും പേടിക്കണ്ട. ഐ ആം ഹിയർ ഫോർ യു ഗൈസ്. സത്യം ഫുള്ള് പാക്ക് ചെയ്തോണ്ടിരിക്കുന്നു. ഫുള്ള് ഡക്ട് ടേപ്പ് വെച്ച് തകർക്കുന്നു. എബിചേട്ടാ പ്രോത്സാഹിപ്പിക്കുന്ന എബിചേട്ടനെ കേട്ടിട്ടുണ്ട്. നീ എനിക്ക് ഇതിന് ഇത്ര ചെയ്തതിന് എനിക്കൊരു ബിരിയാണി വാങ്ങിച്ചു തരണം യോജി. ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാനെന്ന് മതിയാളിയോ? ഹലോ, അപ്പോൾ ടുഡേ ഇസ് എ ഫൈനൽ ഡേ ഓഫ് ആൻഡ് നമ്മൾ സെൻഡിങ് യോജി's parcel to that ഗ്രാൻഡ് പ്രയറിയിലോട്ടാണ് സെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഇനോവിക്കിലല്ല. ഇനോവിക്കില് ഭയങ്കര പൈസയാ. അപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു അവന് ഗ്രാൻഡ് പ്രയറിയിൽ അവന്റെ പ്രയറി ഗൈസ് ഉണ്ടെന്ന്. സോ നമ്മളത് അയക്കാനായിട്ട് ഇവിടെ കാനഡ പോസ്റ്റ് റെക്സൽ ഡ്രഗ് സ്റ്റോറിന്റെ അവിടെ വന്നേക്കുവാണ്. സോ നമുക്ക് ഇന്നത്തോടെ തീർന്നു ഈ പരിപാടി. ഇന്നത്തോടെ കഴിഞ്ഞു. കുറെ നാളത്തെ ഇതായിരുന്നു. സോ ലെറ്റ്സ് ഗോ. എൻ്റെ നീര് കൂടി ഗൈസ്, പല്ലുവേദന കാരണമുള്ളത്. ഓക്കെ, നമ്മൾ ഓൾറെഡി എബിചേട്ടൻ ഒറ്റയ്ക്ക് 30 കിലോയൊക്കെ എടുത്ത്. അങ്ങനെയൊന്നുമില്ല, ഞാൻ താഴെ ഇറങ്ങി വന്നിട്ട് ഞാൻ പറഞ്ഞൊരു പെണ്ണിന്റെ അടുത്ത്, എടി 2 ഡോറൊന്ന് തുറന്നു തരും, എനിക്ക് ഭയങ്കര വെയിറ്റ് ആണ്, എനിക്ക് വെച്ച് തുറക്കാൻ പറ്റൂല. അവള് നിക്കായിരുന്നു. ഞാൻ പോയി സഹായിക്കട്ടെ ഗൈസ്. ഞങ്ങൾ അതിന്റെ ആവശ്യമൊന്നുമില്ല, വേണ്ട, ഒറ്റയ്ക്ക് എടുത്തോളൂ. അതെ, ബുദ്ധിമുട്ടായല്ലോ. ആ ഡോർ അടച്ച് വായിച്ചാണ്. ഓക്കെ, അപ്പോൾ കൊണ്ടുപോകുന്ന കാണിച്ചു തരാം ഞാൻ. മനുഷ്യനെ പറ്റിക്കാൻ നമുക്കിവിടെ പണി കിട്ടി ഗൈസ്. ഞാൻ എപ്പോഴൊക്കെ പെട്ടി വയ്ക്കും അപ്പോഴൊക്കെ പണിയാണോ?
നമ്മൾക്ക് ഇവിടെ ഇത് സെപ്പറേറ്റ് ചെയ്യണം 2 ബോക്സിലായിട്ട്. അപ്പം ഞങ്ങൾ ഈ കടയിൽ നിന്ന് തന്നെ ഒരു ബോക്സ് ചോദിച്ചു. ഈ ഇവിടെ നിന്ന് 2 എണ്ണം അങ്ങോട്ട് മാറ്റണം. കുറച്ച് സാധനങ്ങൾ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 2 പെട്ടിയിലാക്കാൻ പോവുകയാണ്. നമ്മളിത് 2ആക്കി 2ാമത്തെ പാഴ്സൽ ഒട്ടിക്കുവാണ്. ഹലോ ഗൈസ് സോ ഫൈനലി ഞങ്ങൾ അയച്ചു. എല്ലാം 5 ദിവസത്തിൽ ശരിക്കും ഇത് നല്ലൊരു പരിപാടിയാ അല്ലേ പാറു? ഇപ്പൊ നമുക്ക് മലയാളി കടകളൊന്നും ഇല്ലാത്ത മലയാളി ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ ഡോളറൊന്നും ഇല്ല. എത്ര ഡോളറാണ് ഇതിന് വേണ്ടേ? ഞങ്ങള് 24 കിലോയുടെ ഒരു പാക്ക് അയച്ചതിന് 5 ദിവസത്തിലെത്താൻ എത്രയായത്? $60 സംതിങ്. ആൻഡ് രണ്ടാമത്തെ ഇത് വാസ് എത്രയായിരുന്നു? 8 കിലോ. അതിന് $35 ആയിരുന്നു. സോ യെസ്, ഫൈനലി ഇത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിനി വീട്ടിൽ പോട്ടെ. സോ thank you for watching. So do like, share and subscribe if you like this video, please. Thank you guys. Bye bye. Take care everyone. Bye bye.